യുഗാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സാധാരണഗതിയിൽ സംസാരിക്കാറുള്ളൂ. മരണവും ആഘോഷമാണ്. ആത്മഹത്യ വരെ ആഘോഷമാക്കി മാറ്റിയ ധാരാളം ആളുകളുണ്ട്. അവരുടെ സങ്കീർണമായ വ്യക്തിത്വങ്ങളിലേക്കൊരു യാത്ര നടത്തുന്നത് ഒരുപക്ഷെ ജീവിതം എന്തെന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിച്ചെന്ന് വരാം. എൻ്റെ കൈവശം ഉന്മാദം എന്ന പേരിൽ പ്രണത ബുക്സ് ഇറക്കിയിരിക്കുന്ന പുസ്തകം, അബോധത്തിൻ്റെ മഹോത്സവം എന്ന് ചെറു ശീർഷകം, നോട്ട്സ് ഓൺ ഇൻസാനിറ്റി മുഴുഭ്രാന്തിൻ്റെ പുസ്തകമെന്ന് പ്രസാധകർ അവകാശപ്പെടുന്നു. അവർ പറയുന്നു, മലയാളത്തിൽ ഇത് ആദ്യമായി മുഴുഭ്രാന്തിൻ്റെ ഒരു പുസ്തകം. പല സാഹിത്യകാരന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും മുഴുഭ്രാന്തിൻ്റെ സങ്കീർണ ലോകത്തിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ ഒറ്റയടി പാതകളിലേക്ക് വെറുതെ ഒന്ന് നടന്നു നോക്കാം. ഒന്നും കാണാനല്ല, കണ്ടാൽ തന്നെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. എങ്കിലും കണ്ണും ഉൾക്കണ്ണുമൊക്കെ തുറന്നു വെച്ച് വൈചിത്ര്യത്തിൻ്റെ വല്ലാത്ത കൂട്ടിക്കുഴച്ചിലുകളുടെ ഈ ലോകത്തിലേക്ക് നമുക്കൊന്ന് നടക്കാം. കാലം 1656, പാരീസ് നഗരം. അവിടെ ഗ്രേറ്റ് കൺഫൈൻമെൻറ്റ് എന്ന പേരിൽ ഒരു പ്രക്രിയ നടന്നു. എന്താ അവിടെ സംഭവിച്ചത്? സമൂഹത്തിലെ 1% വരുന്ന ആളുകളെ സർക്കാർ ഉദ്യോഗസ്ഥർ പിടികൂടി അവരെ ഭ്രാന്താലയത്തിൽ അടച്ചു. ഇനി ഫ്യൂക്കോ എന്ന ചിന്തകൻ ഈ കൺഫൈൻമെൻറ്റിനെ പഠന വിഷയമാക്കുന്നു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി തന്നു. സമൂഹത്തിൽ വേണ്ടാതാക്കപ്പെട്ട വ്യക്തികൾ, ഒരു തരത്തിൽ മാർജിനലൈസ്ഡ്, പുറമ്പോക്കിലാക്കപ്പെട്ടവരെയാണ് അന്ന് ഭ്രാന്തന്മാരെന്ന് മുദ്ര കുത്തി ഭ്രാന്താലയത്തിൽ അടച്ചത്. വീണ്ടും സ്പാനിഷ് നോവലുണ്ട്, ഷിപ്പ് ഓഫ് ഫൂൾസ് എന്ന പേരിൽ. സമൂഹത്തിലെ ഭ്രാന്തന്മാരെ എല്ലാവരെയും ഒരു കപ്പലിലാക്കി മെല്ലെ കടലിലേക്ക് കൊണ്ടുപോയി കടലിൻ്റെ ആഴത്തിലേക്ക് അവരെ എറിഞ്ഞുകളഞ്ഞ് സമൂഹത്തെ ഭ്രാന്തന്മാരിൽ നിന്നും രക്ഷിച്ചെടുക്കുന്ന പ്രമേയമാണ് ആ നോവലിൽ. എല്ലാ കാലത്തും ഭ്രാന്തുള്ളവരെ ഭ്രാന്തില്ലാത്തവർ പരിഹസിച്ചിരുന്നു. ഇനി ഭ്രാന്തെല്ലാവർക്കും ഉണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി എനിക്കും നൽകാനാവില്ല. ഒരു കാര്യം സത്യമായി വരാറുണ്ട്, അതായത് ഭ്രാന്തും ക്രിയേറ്റിവിറ്റിയും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അരിസ്റ്റോട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാഡ്നസ് ആൻഡ് ജീനിയസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതോടൊപ്പം തന്നെ മഹാകവി ഷേക്സ്പിയർ കൂട്ടിച്ചേർക്കുന്നു, ദ ലുനാറ്റിക്, ദ ലവർ ആൻഡ് ദ പോയറ്റ് ആർ ഓഫ് ഇമാജിനേഷൻ ഓൾ കമ്പാക്ട്. എല്ലാവരും ഒന്നാണ്. അതായത് ഭ്രാന്തൻ, കവി, പ്രണേതാവ്, 3 പേരും ഒരേ വഴിയിൽ നടക്കുന്നവരാണ്. ഇനി മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്, എല്ലാവരിലും ഭ്രാന്തിൻ്റെ അംശം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. മുഹമ്മദ് ബഷീർ ഒരു കൃതിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാവരിലും 15, 20, 25, 50, 55, 70, 75% ഭ്രാന്തുണ്ടായിരിക്കാം. പിന്നെ അദ്ദേഹം പറയുന്നു, എന്നിൽ 99% ഭ്രാന്തുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചെറുകഥകളൊക്കെ എഴുതുന്നു, ഇത്തിരി വലിയ ചെറുകഥകൾ എഴുതുന്നു. എല്ലാവരിലും ഭ്രാന്തിൻ്റെ അംശം എവിടേക്കോ ഉണ്ടത്രേ. അങ്ങനെ ഭ്രാന്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൽ ഭ്രാന്തന്മാരായി തിരിച്ചറിയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2001 വിട്ട കണക്ക് പ്രകാരം 3 കോടിയിലധികം ആളുകൾക്ക് സ്കിസോഫ്രേനിയ ഉണ്ട്, മുഴുഭ്രാന്ത്. ഇനി 15-ൽ ഒരാൾക്കെങ്കിലും ഡിപ്രഷനുണ്ട്. അപ്പോൾ ആ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭ്രാന്തുള്ള ഏതെങ്കിലും ഒരംഗമെങ്കിലും ഉണ്ടായിരിക്കും അത്രേ. കേരളത്തിൽ 15 ലക്ഷത്തിലധികം മനോരോഗികളുണ്ട്. വീണ്ടും ആ ചോദ്യം, എനിക്ക് നിങ്ങൾക്കൊക്കെ ചെറിയ തോതിലെങ്കിലും ഭ്രാന്തുണ്ടായിരിക്കാം. ഇനി എല്ലാ മനുഷ്യരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വയം ഒന്ന് മരണത്തിൻ്റെ വഴിയിലൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകത്രേ. ഏത് വിശുദ്ധനും ജീവിതത്തിൽ ഒരു വേളയിലെങ്കിലും, അതൊരു ചിതറിയ വേളയായിരിക്കാം, മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അത്രേ. സിൽവിയ പ്ലാത്തിൻ്റെ കവിത ഇങ്ങനെ, I want to kill myself to escape from responsibility, to crawl back abjectly to the womb. അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും ഒന്ന്
മെല്ലെ കടന്നു ചെന്ന് എൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും സ്വയം എസ്കേപ്പ് ചെയ്ത് അങ്ങനെ ആയിരിക്കാൻ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു കിൽ മൈസെൽഫ് ടു എസ്കേപ്പ് ഫ്രം റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരുപക്ഷെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അഭയം തേടുന്ന കുഞ്ഞിനെ എന്ന വണ്ണം ഒരാൾ മരണത്തിൻ്റെ വഴിയിലേക്ക് നടന്നിട്ടുണ്ടാകാം. ഇനി ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഭ്രാന്തിൻ്റെ ചിന്തയാണ്. പക്ഷേ ഈ ഭ്രാന്തന്മാർ കുഞ്ഞുങ്ങളെപ്പോലെ അതീവ സന്തുഷ്ടരാണ്. ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിലെ 22-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പാടിയത്: രഥ്യാകർപ്പട വിരചിത കന്ത പുണ്യാപുണ്യ വിവർജിത പന്ഥ യോഗി യോഗ നിയോജിത ചിത്തോ രമതേ ബാലോന്മത്തവദേവ. അർത്ഥം എന്താണ്? തെരുവിൽ കീറവസ്ത്രങ്ങൾ ധരിച്ച് കിടക്കുന്നവനെ പോലെയും പുണ്യപാപ വ്യത്യാസങ്ങളില്ലാത്ത മാർഗത്തെ സ്വീകരിച്ചവനെ പോലെയും യോഗചര്യയിൽ ഉറച്ച ചിത്തത്തോടെ ഇരിക്കുന്ന യോഗി ഒരു ശിശുവിനെ പോലെയോ ഭ്രാന്തനെ പോലെയോ സദാ സന്തുഷ്ടനായിരിക്കും. അപ്പോൾ ഒരാൾ ബോധത്തിൻ്റെ വരമ്പ് കടന്ന് അബോധത്തിൻ്റെ ലോകത്തെത്തിച്ചെറിയുമ്പോൾ അയാൾ സത്യത്തിൽ സന്തുഷ്ടനാണ്. ആ സന്തുഷ്ടി കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നും. ദൈവമേ, ഇതുപോലെ ഭ്രാന്തായിരുന്നെങ്കിൽ എത്ര നല്ലത് എന്ന്. ഒരു നാടകത്തിൽ ഒരാൾ ഭ്രാന്തനായി അഭിനയിക്കുകയാണ്. രാജാവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ്. രാജാവ് അവനെ വെറുതെ വിടുന്നു. ഭ്രാന്തനല്ലേ, ഭ്രാന്തൻ. പക്ഷെ അതിനുശേഷം അയാൾക്കൊരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ട്: ഇങ്ങനെ തന്നെ തുടർന്നാലോ? ഇതെല്ലാ മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഊർന്നു വരുന്ന ഒരു ചിന്തയായിരിക്കാം. അല്പം ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ തുടർന്നു കഴിഞ്ഞാൽ സന്തുഷ്ടിയോടുകൂടി ജീവിക്കാമായിരുന്നു, കുഞ്ഞിനെ പോലെ ചിരിക്കാമായിരുന്നു. പിന്നെ നിയമങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും ലോകങ്ങളുടെ വരമ്പുകളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ടായിരുന്നു. എല്ലാവരും ഒരു പക്ഷേ ഭ്രാന്തന്മാരാകുന്നതിനെക്കുറിച്ച് അല്പമെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഇനി ചരിത്രത്തിലെ, സാഹിത്യത്തിലെയും കലാലോകത്തിലെയൊക്കെ കുറേ ഉന്മാദാവസ്ഥ കലർന്ന മനുഷ്യരെ പരിചയപ്പെടാം. സത്യത്തിൽ തുറന്നു പറയട്ടെ, ആർട്ട് ഇഷ്ടമാണ്, സിനിമകൾ ഇഷ്ടമാണ്, നല്ല പുസ്തകങ്ങളെ ആരാധിക്കുന്നു. പക്ഷേ ആർട്ടിസ്റ്റുകളിൽ നിന്നും മറ്റും അല്പം അകലം പാലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കിവരുടെ ഉന്മാദാവസ്ഥകളും മരണത്തിൽ നെഞ്ചോട് ചേർക്കുന്ന ആ വല്ലാത്ത വിഭ്രാന്തികളൊന്നും ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. സാഹിത്യകാരന്മാരെ, കലാകാരന്മാരെ, മാപ്പ്. ഇനി ഇന്നിപ്പോൾ കലാകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ ലോകത്തിലൂടെ കിടക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ കരച്ചിൽ വരും. സാൽവദോർ ദാലി, അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായ ക്രൂശിത രൂപ പെയിൻറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുന്ദരമാണത്. അത് കണ്ടിട്ട് വിസ്മയപ്പെടാത്തവർ ധാരാളമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സാൽവദോർ ദാലി എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വല്ലാത്ത സങ്കീർണ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഓരോ മുറിയിലും നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ ജനനേന്ദ്രിയങ്ങളുടെ ശില്പങ്ങളായിരുന്നു. അകത്തേക്ക് കയറുന്നവർ ഭയന്നു പോകും, ഇതെന്തേ ഇങ്ങനെ. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് പുഴയോരത്താണ്. മീൻ പിടിക്കുന്ന ആളുകൾ മീൻ പിടിച്ചു കഴിയുമ്പോൾ ആ മത്സ്യത്തെ കൊല്ലുന്നത് താൻ തന്നെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനെ കീറി മുറിച്ച് കൊല്ലുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലുള്ള ഏതൊക്കെയോ ഒരു ആഹ്ലാദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കേറെ പ്രശസ്തനായ ആർട്ടിസ്റ്റാണെങ്കിലും പണം എണ്ണാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം കുപ്രസിദ്ധനായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം നീഷയെ ഒരു പരിധിവരെ ആരാധിച്ചിരുന്നു. നീഷ പറഞ്ഞിട്ടുണ്ട്, ഭ്രാന്തനും ഞാനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഭ്രാന്തില്ല എന്നുള്ളതാണ്. ഡാലിയുടെ വളരെ കുപ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ചുരുണ്ട മീശ. അതിങ്ങനെ ചുരുട്ടി വെച്ച് നടക്കുന്നൊരു വല്ലാത്ത സന്തോഷം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ചില സമയങ്ങളിൽ പച്ചക്കറിയുടെ നാരുകളൊക്കെ കൊണ്ട് ഈ മീശ അദ്ദേഹം അലങ്കരിക്കുമായിരുന്നു. പിന്നെ അശ്ലീല രചനകൾ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വഴികൾ അല്പം പോലും മാറ്റാൻ തയ്യാറല്ലായിരുന്നു. മീനെണ്ണ ശരീരത്തിൽ പൊതിഞ്ഞ് പിന്നെ ഈച്ചകളാൽ പൊതിയപ്പെട്ട് അങ്ങനെ വഴിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ സന്തോഷിച്ചിരുന്നത്രേ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, സോക്രട്ടീസ്, പ്ലേറ്റോ, ഹോമർ മുതലായ മഹാരഥന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ചില നേരങ്ങളിൽ അദ്ദേഹം കാപ്പി കുടിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെറുതെ ഒഴിക്കുമായിരുന്നു. ഈ കാപ്പി ശരീരത്തിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ക്രിയേറ്റിവിറ്റിയുടെ സൂര്യോദയം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കരുതിയത്. നമുക്കിങ്ങനെയൊന്നും തോന്നില്ല. ചൂടുള്ള കാപ്പി ദേഹത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പൊള്ളും, അത്രേ സംഭവിക്കുള്ളൂ. പക്ഷേ സാൽവദോർ ഡാലി മഹാനായ ആർട്ടിസ്റ്റാണല്ലോ. ആർട്ടിസ്റ്റിന് ഇങ്ങനെയൊക്കെയാണ് തോന്നിയിരുന്നത്.
പിന്നെ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനൊക്കെ ശരീരത്തെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് മുഴുവൻ ഇവിടെ പറയുവാൻ സാധിക്കില്ല. കാരണം സഭ്യതയുടെ അതിർവരമ്പുകൾ കടന്നു പോകുന്ന കുറേയേറെ കാര്യങ്ങളാണ് അദ്ദേഹം വലിയ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണ്ടിരുന്നത്. പഠിക്കുന്ന സമയത്ത് അക്കാഡമിയിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അത് 1926 അദ്ദേഹം പറഞ്ഞു, ഈ അക്കാഡമിയിൽ ഫൈനൽ പരീക്ഷയ്ക്ക് എന്നെ വിധേയനാക്കാൻ കഴിവുള്ള ഒരു പ്രൊഫസർമാർ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സാഘോഷം അവർ അക്കാഡമിയിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഈ അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ പഠന വിഷയമായി എന്നുള്ളത് ചരിത്രം നൽകുന്ന മറ്റൊരു തമാശ കാഴ്ച. ഇദ്ദേഹം ആത്മഹത്യാശ്രമം നടത്തി. സാധാരണ ഒട്ടുമിക്ക അതിപ്രശസ്ത ആർട്ടിസ്റ്റുകളും മരണത്തിൻ്റെ വഴിയെ സ്വയം നടന്നിട്ടുള്ളവരാണ്. ഇദ്ദേഹം പല പ്രാവശ്യം ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. അവസാനത്തെ ശ്രമം മുറി മുഴുവൻ തീ കത്തിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അത്തവണയും അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് ഒരുതരം മൗനാവസ്ഥയിൽ കടുത്ത ഡിപ്രഷനിൽ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചു. ആ സമയത്ത് വെറും പ്ലെയിൻ പേപ്പറുകളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ട് വാങ്ങിയിട്ട് പിന്നീട് ആ ഒപ്പ് അദ്ദേഹത്തിൻ്റെ പ്രിൻ്റഡ് ചിത്രങ്ങളിൽ പതിപ്പിച്ച് ആളുകൾ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. ഇങ്ങനെ വല്ലാതെ മുറിവേറ്റ മനസ്സോടെ നടന്നിരുന്ന ഒരു കലാകാരൻ. ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ തോന്നാൻ, ഇത്രയ്ക്ക് അതിസങ്കീർണമായ വഴികളിലൂടെ നടക്കാൻ കാരണം എന്തായിരിക്കാം? കാരണം തിരിയുന്ന ചില മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ചെറുപ്രായത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡാഡി പിയാനോയുടെ മുകളിൽ ഒരു പുസ്തകം കൊണ്ട് നോക്കും. ലൈംഗിക അവയവങ്ങളുടെ ജീർണത നിറഞ്ഞ വല്ലാതെ ദുർഗന്ധം വമിപ്പിക്കുന്ന മട്ടിലുള്ള കുറേ ചിത്രങ്ങൾ. ഈ അഴുകിയ ലൈംഗിക അവയവങ്ങളുടെ ചിത്രം കണ്ടിട്ട് അദ്ദേഹത്തിന് ഉണ്ടായ വികാരം അറപ്പാണ്. ഈ അറപ്പിനെ മാറ്റാനായിരിക്കാം അരാജകത്വത്തിൻ്റെ വഴിയിലൂടെ അദ്ദേഹം നടന്നിട്ടുള്ളത്. പിന്നീട് കഴുതയുടെ മുകളിൽ, പിയാനോയുടെ മുകളിൽ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന കഴുതയുടെ ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചത് ഒരു പ്രതീകമായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഡാഡി ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകാൻ കാരണം ഒരു പെയിൻറ്റിങ് അദ്ദേഹം നടത്തി. മരിച്ചുപോയ അമ്മയുടെ ചിത്രത്തിൽ കാർക്കിച്ചു തുപ്പാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ചില കോറലുകളൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രം, പെയിൻറ്റിങ്. അത് കണ്ടിട്ട് ഡാഡി ഉപേക്ഷിച്ചു പോയി. പിന്നെ കിറുക്കും അരക്കിറുക്കും ഒക്കെ ആയിട്ട് ഡാലിയുടെ ജീവിതം അങ്ങനെ നീണ്ടു പോയി. നമുക്ക് അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെയാണ് പല മഹാന്മാരായ ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും അവരുടെ ഉന്മാദത്തെ കൊണ്ടാടിയിരുന്നത് എന്നോർക്കുമ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നീഷയിലേക്ക് കിടക്കുന്നു. നീഷെ ജർമ്മൻ പൗരനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ജർമ്മൻ പൗരത്വം ഉപേക്ഷിച്ചു. എന്നാൽ സ്വിറ്റ്സർലാൻഡിൽ താമസിക്കുമ്പോൾ സ്വിസ് പൗരത്വം അദ്ദേഹം സ്വീകരിച്ചില്ല. തനി ജിപ്സിയെ പോലെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ് ലോകം മുഴുവൻ കൊണ്ടാടുന്ന ആ ഒരു വാചകം പറഞ്ഞത്, ദൈവം മരിച്ചു എന്ന്. സത്യത്തിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ലാത്ത കാര്യം എന്ന മട്ടിലാണ് ഈ നീഷെ ജീവിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ജീവിച്ചു. ദൈവത്തോടും താല്പര്യമില്ല, മനുഷ്യരോടും സത്യത്തിൽ അത്രക്കൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യർക്ക് ദൈവത്തിനും ഇടയിലുള്ള ചിന്തയുടെ, സങ്കീർണ ചിന്തയുടെ ഏതോ ഒരു ലോകത്ത് അങ്ങ് കെട്ടിക്കിടക്കുകയായിരുന്നു ഇദ്ദേഹം. അങ്ങനെയുള്ള ഇദ്ദേഹം അവസാനത്തെ 10 വർഷങ്ങൾ മുഴുഭ്രാന്തിലാണ് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. പുറമേയുള്ള ലോകം ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നീഷെ മരണത്തോട് മല്ലടിച്ച് ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിയെപ്പോലെ ഒറ്റയ്ക്കിരുന്ന് മൂകമായി പാടുകയായിരുന്നത്രേ. അങ്ങനെ പാടി അദ്ദേഹം മരിച്ചു കാണണം. ഇതൊക്കെയാണ് വീണ്ടും തമാശ നിറഞ്ഞ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം നിറഞ്ഞ പുസ്തകത്തിൻ്റെ പേര് ഹൗ വൺ ബിക്കംസ് വാട്ട് വൺ ഈസ്. ഒരാൾ ആയിരിക്കുന്നതിൽ അയാൾ എങ്ങനെ എത്തിച്ചേരുന്നു. ആ പുസ്തകത്തിൽ താൻ ഇത്ര ബുദ്ധിമാനായി മാറിയത് എങ്ങനെ, താനിങ്ങനെ എത്ര കൗശലക്കാരനായി മാറി, ഇനി താൻ എന്തുകൊണ്ട് ഇത്രയും നല്ല പുസ്തകങ്ങൾ എഴുതുന്നു എന്നൊക്കെ ഖണ്ഡിക തിരിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ലോകത്തോട് മുഴുവൻ പുച്ഛത്തോടെ ജീവിച്ച് അദ്ദേഹം പുച്ഛത്തോടെ തന്നെ ഉന്മാദത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ഒരുതരം ഭ്രാന്തനെ പോലെ മരിക്കുന്നു. അടുത്തത് അൽത്യൂസർ, വലിയ ചിന്തകൻ. ജോൺ പോൾ സെക്കൻഡിനൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. കാരണം ചിന്ത ഉദാത്തമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതമോ, ചില നേരങ്ങളിൽ മാലാഖയെ പോലെ കാണപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ മറുപകുതിയിൽ നിറഞ്ഞു നിൽക്കുന്ന മൃഗം ഇടയ്ക്ക് സടകുടഞ്ഞെഴുന്നേക്കും. പിന്നെ മൃഗത്തിൻ്റെ വല്ലാത്ത വേട്ടയാടലാണ് അദ്ദേഹത്തെയും മറ്റുള്ളവരെയും. 1980 നവംബർ 6 ഒരു കൊലപാതകം നടന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അദ്ദേഹം പ്രാണതുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഹെലനെ അദ്ദേഹം വെറുതെ
തൊട്ട് തലോടി പിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു. കേൾക്കുന്ന നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. ചൈനീസ് മൂവികളിലൊന്നിൽ ഇഷ്ടപ്പെടാത്ത ഭാര്യയെ ഭർത്താവ് കഷായവും അരിഷ്ടവും കൊടുക്കുന്നു എന്ന മട്ടിൽ വിഷം പതുക്കെ പതുക്കെ കൊടുത്ത് കൊല്ലുന്ന രംഗമുണ്ട്. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഈ വിഷം കൊടുക്കുകയാണ്. അവളതും മരുന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു, വിഷം അകത്തേക്ക് ചെന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു സിനിമയുടെ പേര് പറഞ്ഞു ഓർമ്മിപ്പിക്കുക ഈ പ്രക്രിയ, കില്ലിങ് മീ സോഫ്റ്റ്ലി. വളരെ ആർദ്രമായിട്ട് കൊല്ലുകയാണ്. അൽത്യൂസർ ഭാര്യയെ കൊന്നതും വളരെ സോഫ്റ്റായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നീട്: ഞാൻ അവളുടെ കഴുത്തിൽ തഴുകുകയും തലോടുകയും പതിവായിരുന്നു. അന്നും ഞാൻ അത് ചെയ്തുള്ളൂ. എന്നാൽ അവൾക്ക് ശ്വാസം മുട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ എങ്ങനെ? ഞാൻ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു കൂവി ഞാൻ ഹെലനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. തീക്ഷ്ണവും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നതുമായ ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. അദ്ദേഹം വീണ്ടും പറയുന്നു, അവളുടെ കരങ്ങൾ ഇരിക്കുന്ന ആശ്വാസം പകർന്നു. പലതവണ ഞാൻ അവളുടെ കൈകളിൽ വീണ് കരഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ കൊല്ലുക. എന്തുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ സാധിക്കുന്നു? ഗന്ധർവനായി ജനിച്ചവനാണ് ഞാൻ, എന്നെ പിശാചാക്കി മാറ്റി എന്ന് ചങ്ങമ്പുഴ എഴുതിയതുപോലെ ഒരവസ്ഥാന്തരം, പെട്ടെന്നൊരു മെറ്റമോർഫോസിസ് ഒരാളിൽ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പോഴും അദ്ദേഹം പറയുന്നു, ഹെലൻ മരിക്കുന്ന നേരത്ത് അവളുടെ കണ്ണുകൾ എന്നോട് പറഞ്ഞു, നീ ഒരു മൃഗമാണ്. അപ്പോൾ ഒരാളിലുള്ള മൃഗം ഉന്മാദാവസ്ഥയിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടാകാം. യാത്ര നമ്മൾ തുടരുമ്പോൾ വീണ്ടും ഇതുപോലുള്ള വിചിത്ര കാഴ്ചകൾ ധാരാളമായിട്ട് കണ്ടെത്തുകയാണ്. ഓരോ കാഴ്ചകളും നമ്മെ പേടിപ്പിക്കുകയും അല്ലെങ്കിൽ വിഭ്രാന്തിയിലേക്ക് ആഴ്ത്തുകയും ചെയ്യുന്നു. എമിലി ഡിക്കൻസ് അവർ അറിയപ്പെട്ടിരുന്നത് ഒരു കന്യാസ്ത്രീ എന്ന മട്ടിലാണ്. കന്യാസ്ത്രീ എന്നറിയപ്പെടാൻ കാരണം ഇവർ വെളുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് കഴിയുകയായിരുന്നു. ആംഹെസ്റ്റിലെ കന്യാസ്ത്രീ എന്നാണ് സാഹിത്യ ലോകം അവർ വിളിച്ചിരുന്നത്. ഇവർ അവസാന കാലങ്ങളിൽ എഴുതിയ കവിത ഇങ്ങനെയാണ്: എൻ്റെ തലച്ചോറിൽ ഒരു ശവദാഹം നടക്കുന്ന പോലെ തോന്നുന്നു. എൻ്റെ മരണത്തിൽ വിലപിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എൻ്റെ മനസ്സിൽ എന്തോ മുറിച്ചെടുക്കുന്നതായി തോന്നുന്നു. തലച്ചോർ രണ്ടായി പിളർന്നതുപോലെ. ആരോട് സംസാരിക്കാതെ സുരക്ഷിതമായ അകലം പാലിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവർ കഴിഞ്ഞുകൂടി. എന്നിട്ട് ഇവർ വീണ്ടും പറഞ്ഞു, എനിക്കൊരു ഭയമുണ്ട്. ശ്മശാന ഭൂമിയിൽ നിന്ന് പാടുന്ന ബാലനെ പോലെ ഞാനും പാടുകയാണ്. കാരണം എനിക്ക് പേടിയാണ്. ആളുകളൊക്കെ ഒരുപക്ഷെ മരണത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നത് ഭീതി കൊണ്ടായിരിക്കാം, വല്ലാത്ത ഭീതി കൊണ്ട്. സ്വന്തം ഇരുളടഞ്ഞ ലോകത്തുനിന്ന് പുറത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഇങ്ങനെയൊക്കെ പെട്ടെന്നങ്ങ് മരണത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിപ്പോകുന്നത്. എന്തായാലും ഇതുപോലുള്ള വിചിത്രമായ ചിത്രങ്ങൾ നൽകുന്ന സാഹിത്യ ലോകം നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നു. ലോർഡ് ബൈറൺ അതിസുന്ദരമായ കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഈ കോംപ്ലക്സ് മാറ്റാൻ, സ്വന്തം അധൈര്യം മാറ്റുവാൻ വേണ്ടി ഇദ്ദേഹം ഒരു ചെപ്പടി വിദ്യ കാട്ടി. ഇദ്ദേഹത്തിനും പുരോഹിതരുമായുള്ളൊരു ബന്ധമാണത്. അതായത് മരിച്ചുപോയ ഏതോ ഒരു പുരോഹിതൻ്റെ തലയോട്ടി അദ്ദേഹം കണ്ടെടുത്തു. എന്നിട്ട് ഈ തലയോട്ടിയിൽ മദ്യം നിറച്ച് എല്ലാ രാത്രികളിലും അദ്ദേഹം ബോധം മറയുന്നവരെ കുടിക്കുമായിരുന്നു. അപ്പം അദ്ദേഹം കരുതിയിരുന്നത് ആ പുരോഹിതൻ്റെ തലയോട്ടിയിൽ നിന്നും ഏതൊക്കെയോ ജീവാംശം മദ്യത്തിലൂടെ അയാളിലേക്ക് അരിച്ചിറങ്ങി കടന്നുവെന്നാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കുടിച്ച് അവസാനം അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് എഴുതിയ കവിത: എൻ്റെ ദിനങ്ങൾ മഞ്ഞ നിറമാർന്ന ഇലകളിലാണ്, പൂക്കളും സ്നേഹത്തിൻ്റെ കനികളും പോയി മറഞ്ഞു, പുഴുവും ദുഃഖവും ഞാനും തനിച്ചാവുന്നു. ഒരാൾ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടെത്തുന്നത് മഞ്ഞ നിറമാർന്ന ഇലകളും പുഴുക്കളും ദുഃഖവും പിന്നെ തനിച്ചായ എന്നെയും. ഇങ്ങനെ ഒറ്റക്കായി പോയിട്ട് ഒരാൾ കടന്നു പോവുകയാണ്. യൂജിൻ ഒനീൽ ആത്മകഥാംശം നിറഞ്ഞു നിൽക്കുന്ന നാടകത്തിൻ്റെ ടൈറ്റിലായി നൽകിയത് ദ ലോങ്ങസ്റ്റ് ജേർണി ഇൻ ടു ദ നൈറ്റ്, നിശയിലേക്കുള്ള നീണ്ട യാത്ര എന്നാണ്. ബീഥോവൻ ബദിരനായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണ്, ഇതിനേക്കാൾ ഭേദം മരണമാണ്. പിന്നെ അദ്ദേഹം കുടിക്കാൻ തുടങ്ങി. കുടിച്ച് മരിക്കുക എന്നുള്ളത് ഒരു മോട്ടോ പോലെയാക്കി മാറ്റി ഈ മനുഷ്യൻ പിന്നെ മെല്ലെ മരണത്തിൻ്റെ വഴിയിലേക്ക് നേരെ നടന്നുപോയി. ഐൻസ്റ്റൈൻ എന്ന വലിയ ചിന്തകൻ, വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് ആസ്പെർഗേഴ്സ് സിൻഡ്രോം എന്ന അസുഖമായിരുന്നു. ആ അസുഖമുള്ളവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കാൻ പറ്റില്ല.
അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരുപാട് വരും. ആളുകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സ്നേഹം വരും, പെട്ടെന്നുള്ള വികാര പ്രകടനങ്ങളായിരിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് മനുഷ്യരെ അകറ്റി നിർത്തിയിട്ട് അദ്ദേഹവും ജീവിതത്തിൽ നിന്നും ഒരു തരം രോഗാതുരാവസ്ഥയോടുകൂടി കടന്നുപോയി. വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്രഷനെ വിളിച്ചിരുന്നത് ബ്ലാക്ക് ഡോഗ് എന്നാണ്, കറുത്ത നായ. ഈ കറുത്ത നായ കാട്ടിയ വഴിയിലൂടെ അദ്ദേഹവും നടന്നു പോയി കാണണം. ഇതുപോലെ സോമർസെറ്റ് മോമിൻ്റെ ഭാര്യ മരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തെ അറിയിക്കുമ്പോൾ അദ്ദേഹം ബാറിലിരുന്ന് കള്ളുകുടിക്കുകയായിരുന്നു. അദ്ദേഹം 1955 ഈ വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ പ്രതികരിച്ചത് കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും. അദ്ദേഹം പറഞ്ഞു, ഓ ഭാഗ്യം, ഇനി അവൾക്ക് ചെലവിന് കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ പറയുവാൻ ചില ആളുകളെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുമെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയൂ. മനുഷ്യൻ്റെ ഉന്മാദാവസ്ഥയിലായിരിക്കാം അവർ ഇങ്ങനെയൊക്കെ നിലവിട്ട് സംസാരിച്ച് പോവുക. ഇതുപോലെ തന്നെ ധാരാളം മനുഷ്യരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത്ഭുത കാഴ്ചകൾ കാണുന്നവരെ പോലെയാണ് നമുക്ക് തോന്നുക. ഹെമിംഗ്വേ അദ്ദേഹം അതിപ്രശസ്തമായ പുസ്തകങ്ങളാണല്ലോ എഴുതിയിട്ടുള്ളത്. ആർക്ക് വേണ്ടി മണി മുഴങ്ങുന്നു, പിന്നെ കിഴവനും കടലും എന്ന സുപ്രസിദ്ധ കൃതിയിലെ കഥാപാത്രം പറയുന്നുണ്ട്, യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. നിനക്കെന്നെ കൊല്ലാൻ പറ്റും, പിന്നെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇതെഴുതിയ ആൾ തന്നെ വെടിവെച്ച് സ്വയം മരണത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങി. അതാണ് തമാശ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ 12-ാം വയസ്സിൽ അപ്പന് സമ്മാനമായി കൊടുത്തത് റിവോൾവറാണ്. പിന്നെ എപ്പോഴും റിവോൾവർ കണ്ടുള്ള ഓരോ പരീക്ഷണങ്ങളായിരുന്നു. അവസാന പരീക്ഷണത്തിൻ്റെ വഴിയിലൂടെ തന്നെ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു. വിൻസെൻ്റ് വാൻഗോഗ് എന്ന സുപ്രസിദ്ധനായ ചിത്രകാരനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭ്രാന്തിൻ്റെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ അത്ഭുതം തോന്നും. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ അനുവദിക്കാത്ത പിതാവിൻ്റെ മുമ്പിൽ അദ്ദേഹം മണ്ണെണ്ണ വിളക്കിന് മേൽ കൈകൾ വെച്ച് കത്തിക്കാൻ ശ്രമിച്ചത്രേ. പിന്നെ ആ മെഴുകുതിരി കെടുത്തിക്കളഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് മറ്റൊരു വേശ്യയോട് വലിയ പ്രണയം തോന്നിക്കഴിഞ്ഞപ്പോൾ അവൾ ചെവി ചോദിച്ചു. ഇദ്ദേഹം ചെവി മുറിച്ച് പാക്കറ്റിലാക്കി സമ്മാനം പോലെ കൊടുത്തു വിട്ടു. ഇതൊക്കെയാണ് ഭ്രാന്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും ലോകം. എല്ലാവരും ആരാധിക്കുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോ വളരെ വിചിത്രമായ രീതിയിലാണ് കഥകളൊക്കെ എഴുതിയിരുന്നത് അത്രേ. അദ്ദേഹം തണുത്ത വെള്ളം തലയിലേക്ക് ഒഴിക്കും, പിന്നെ പൂർണ്ണ നഗ്നനായിട്ട് ഒരു കണ്ണാടിക്കൂട്ടിൽ കയറിയിരിക്കും. ആ കണ്ണാടിക്കൂട്ടിലൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അങ്ങനെയാണ് വിശ്വോത്തരമായിട്ടുള്ള ഒരുപാട് കൃതികളൊക്കെ ഒഴുകി ഇറങ്ങി വന്നിട്ടുള്ളത്. ഇതുപോലെ ഭ്രാന്തിൻ്റെ വഴികൾ ഇഷ്ടം പോലെ. ഭ്രാന്തർക്ക് നന്ദി പറയേണ്ടി വരുമായിരിക്കാം ഒരുപക്ഷെ. കാരണം ഇത്രയ്ക്കേറെ അമൂല്യമായ സാഹിത്യകൃതികളും കലാരൂപങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ അവർ പ്രദർശിപ്പിച്ചല്ലോ. അതുകൊണ്ടായിരിക്കാം KG ശങ്കരപ്പിള്ള ഇങ്ങനെ എഴുതിയത്, നന്ദി ഭ്രാന്തരെ, ഉന്തി നീ എന്നെ കൊടുമുടിയിലെത്തിച്ചല്ലോ. ഭ്രാന്തില്ലാത്ത ആരിങ്ങനെ സ്വന്തം നെഞ്ചാൽ പരഭാരം പേറും. നന്ദി പറയാം, പക്ഷേ ഇപ്പോഴും ഈ ഉന്മാദത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും വഴിയിലൂടെ നടക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ആർട്ടിസ്റ്റുകളെയൊക്കെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, പക്ഷേ അവരെ ഏതെങ്കിലും അകലെയുള്ള ഒരിടത്ത് പ്രതിഷ്ഠിച്ചിട്ട് മെഴുകുതിരിയും കത്തിച്ച് മാറി നടന്നു പോകാനാണ് ഇഷ്ടപ്പെടുക. കവിതയും ആർട്ടുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോഴും അത് എഴുതുന്നവരെ ഉൾക്കൊള്ളാനാവുന്നില്ല. കാരണം അത്രയ്ക്ക് ഉന്മാദത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും വഴികളിലൂടെ അമ്പരപ്പോട് നിൽക്കുന്ന കുട്ടിയെപ്പോലെ ഞാൻ. ഇത്രയും ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. ഇതെല്ലാം പറയുന്നത് ഇങ്ങനെയൊക്കെ ഭ്രാന്തിൻ്റെ വഴിയിലൂടെ നടക്കാനല്ല, മറിച്ച് അല്പമെങ്കിലും ബോധ്യവും തന്നതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, ഈ ലോകത്തിൽ നമ്മൾ നടക്കാത്ത ഒരുപാട് വഴികളുണ്ട്. ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, ചാലഞ്ച് ചെയ്യുന്ന വഴികൾ. അങ്ങനെയുള്ള വഴികളറിയാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മെ സഹായിക്കുമായിരിക്കും. ഈ പുസ്തകം പ്രണത ബുക്സിൻ്റെ അസൈലം നോട്ട്സ് ഉന്മാദം ഷാജി ജോർജ് പ്രസാധനം ചെയ്ത് പിന്നീട് ഷാനവാസ് MA, NP സജീഷ് എന്നിവർ ചേർന്ന് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുന്ന പുസ്തകം. നല്ലതാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ. നല്ല യാത്ര പ്രിയപ്പെട്ടവരെ നേരുന്നു. ദൈവം നിങ്ങളെ നയിക്കട്ടെ.